ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ CD ഡീലക്സ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ജന സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്, വാട്ടർ സർവീസ്, പിന്നെ സെൽഫ് അടിക്കുമ്പോൾ ഒരു സൗണ്ട്, പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ചെക്കപ്പ്, ഹെഡ്ലൈറ്റ് ഇടയ്ക്ക് തെളിയുന്നില്ല ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, ആക്സിലേറ്റർ ചെക്കപ്പ്, ഒരു ബാക്കിൽ ബ്രേക്ക് സൗണ്ട്, അതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്. അതിനുവേണ്ടി നമ്മൾ ജന സർവീസായിട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്സ് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ പേപ്പറൊക്കെ പിടിച്ച് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം ചെറിയ രീതിയിലൊരു സ്ക്രാച്ചും ഉണ്ട്. അതിൻ്റേതായ ഒരു സൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്പൊന്ന് ലൈറ്റ് കൊടുത്തിട്ട് പോളിഷ് ചെയ്ത് കാണാം. പിന്നെ ആ ബ്രേക്ക് ഷൂ മാറ്റിയിട്ട് പോളിഷ് ചെയ്ത് അത് കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ചെയിൻ്റെ ഭാഗമൊക്കെ ടൈറ്റ് ചെയ്യാനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ ബ്രേക്കിൻ്റെ കേബിളായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാറ്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു, ഹെഡ്ലൈറ്റ് ഇടയ്ക്ക് തെളിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു സെപ്പറേറ്റ് കൂടെ ഒരു സ്വിച്ച് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കമ്പനി സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ സ്വിച്ചൊന്ന് നമുക്ക് മാറ്റിയിടാം. പിന്നെ അതുപോലെ ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കേബിൾ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. പിന്നെ സെൽഫ് മോട്ടർ സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് വേരിയേഷൻ. ഈ സൗണ്ട് വേരിയേഷൻ മെയിനായിട്ട് കാണിക്കുന്നത് അതിൻ്റെ ആർമേച്ചറിൻ്റെ തേയ്മാനം കാരണം കൊണ്ടാണ്. എന്നാലും നമ്മൾ ആ സെൽഫ് മോട്ടർ ഒന്ന് അയച്ചു നോക്കിയിരുന്നു. അയച്ചു നോക്കി കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ ഈ കാർബണൊക്കെ മാറ്റാറായിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിയോടെ നമുക്ക് ഈ സെൽഫിൻ്റെ ഈ മോട്ടറിൻ്റെ കാർബൺ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. അതുപോലെ ഈ വീലിലൊക്കെ ഒന്ന് നമുക്ക് അത്യാവശ്യം ഓയിൽ ഗ്രീസൊക്കെ കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. നമുക്ക് സൗണ്ട് പൂർണ്ണമായിട്ട് മാറുന്നുള്ള ഉറപ്പൊന്നുമില്ല. അത് ആർമേച്ചറിൻ്റെ തേയ്മാനം കാരണം കൊണ്ട് വരുന്ന സൗണ്ടാണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗ്രീസ് കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് നമുക്ക് 2020 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഇത് 2020 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അടിക്കുമ്പോൾ. എന്നാലും നമുക്ക് ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.95 ആ റേഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണിക്കും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്നാലും സെൽഫിൻ്റെ കൂടുതൽ പ്രശ്നം വരുമ്പോൾ മാറ്റിയാൽ മതി ബാറ്ററി കേട്ടോ. ഓക്കെ. അപ്പോൾ നിലവിൽ വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. മെയിനായിട്ട് നമുക്ക് വേണ്ട ആക്സിലേറ്റർ കേബിൾ, എഞ്ചിൻ ഓയിൽ മാറ്റണം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടത്. അതുപോലെ പ്ലഗ് കൂടി നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗിന്. അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.